ഹായ് ഫ്രണ്ട്സ്, പുതിയുള്ള സാധനം ഇത് നമ്മളിതേ കാശ് ചെയ്യാൻ തന്നെ നമ്മുടെ പാടത്തൊക്കെ വന്നേക്കോട്ടോ. നമുക്ക് ഒരു പുതിയൊരു ഫ്രോഗ് പരിചയപ്പെട്ടാലോ. പുതിയ ഫ്രോഗല്ല, അത് പഴയ ഫ്രോഗാണ്. ഞാൻ നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ കുറേ നാളായിട്ട് തേടി നടന്നൊരു ഫ്രോഗ്. അത് നമ്മുടെ ഹവാസിൻ്റെ F6 എന്ന് പറഞ്ഞ ഫ്രോഗ്. അടിപൊളി ഹുക്കപ്പ് റേഷ്യുള്ള ഫ്രോഗാണ്. എവിടെ കണ്ടാലും മീനടിക്കും. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഫ്രോഗാണ്. ഞാൻ ചെന്നെങ്കിൽ തിരക്കാത്ത സ്ഥലങ്ങളിലായിരുന്നു. പിന്നെ ഇതിപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ ഇറങ്ങിയേക്കണ ഫ്രോഗാണത്. അപ്പോൾ ഇതുകൊണ്ടാണ് നമുക്ക് മീൻ പിടുത്തം. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് വന്നേക്കണത് ഇതിൻ്റെ ലെങ്ത്ത് വന്നേക്കുന്നത് 4 സെൻറ്റിമീറ്ററിലും, അതേപോലെ ഒരു വെയിറ്റ് വന്നേക്കുന്നത് 6.7 ഗ്രാം എന്നാണ് അതിൽ എഴുതിയേക്കുന്നത്. വെയിറ്റ് വന്നത് അത്യാവശ്യം നമുക്ക് ലോങ് കാസ്റ്റ് ഒക്കെ ചെയ്യാം. നമുക്ക് ബൈക്ക് കാസ്റ്റ് ആയാലും സ്പിന്നിങ് ആയാലും നല്ല കാസ്റ്റിംഗ് എന്തെങ്കിലും കിട്ടും. പക്ഷേ ഇതിൽ മീനടിച്ച് കഴിഞ്ഞാൽ പോകില്ല. മീനടിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ഹുക്കപ്പ് റേഷ്യോ. പിന്നെ അതുപോലെ നമുക്ക് പുല്ലിങ്കട്ടിൽ വലിക്കുമ്പോൾ ഒരു ചെറുതായിട്ടുള്ള ഒരു ഉടക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ചെറിയ പുല്ലിങ്കട്ടിൻ്റെ സൈഡ് വഴി വലിക്കുവാണെങ്കിൽ എങ്ങനെ നല്ല ക്ലിയർ ആക്ഷൻ, നല്ല കറക്റ്റ് ടോപ്പ് വാട്ടർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ടോപ്പ് വാട്ടറിലാണ് ഈ ഫ്രോഗ് വരുള്ളൂ. അതുകൊണ്ട് മീനൊക്കെ നല്ല പക്കയായിട്ട് സ്ട്രൈക്ക് ചെയ്യും. ചെറിയ നല്ല റിസൾട്ടാണ്. ചെറിയ ഈ സ്പിന്നർ കൊള്ളാറ് നല്ല വൈബ്രേറ്റിങ്സ് ഉണ്ട്. ചെറിയ പൊടിയല്ല, പക്ഷേ ഇച്ചിരി ഇങ്ങനെ ഈ ഒരു വശം ഇങ്ങനെ അകന്നിരിക്കണോണ്ട് ആ കറക്റ്റ് വെള്ളം ഇങ്ങനെ വീ പോലെ ടൈപ്പിലും, പിന്നെ അതുപോലെ സ്പിന്നർ കറങ്ങുമ്പോൾ നല്ലൊരു ആക്ഷനിലാണ് സാധനം വന്നത്. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ കാസ്റ്റ് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞ് ഒരു 2 ഫ്രോഗും കൂടെ നമ്മൾ കാസ്റ്റ് ചെയ്യണം. നമ്മൾ 2 വീഡിയോ നമ്മൾ ഇടുന്നത്. കഴിഞ്ഞ ദിവസം പോയൊരു വീഡിയോ ഇടുന്നുണ്ട്, പിന്നെ അതേപോലെ തന്നെ ഇന്നത്തെ ഒരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പം അങ്ങനെ ആ 2 വീഡിയോ കൂടുതൽ ഇടുന്നത്. നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തിരക്കില്ലാത്ത രീതിയിൽ നല്ലോണം മീൻ കിട്ടിയിട്ടുണ്ട്. നമ്മൾ കൂടുതലും വരാലാണ് നോക്കണത്. അപ്പോൾ നമ്മളോട് ചേറിനൊന്നും അടി വളരെ കുറവാണ്. ചേറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിക്കണില്ല. ചേറൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേറിന് അടിക്കാൻ വേണ്ടി എത്ര ദിവസങ്ങൾ പോയിട്ടുണ്ടെന്നാണ്. ഒന്നുമില്ലാത്ത രീതിയിൽ നിങ്ങൾ തിരിച്ചു വരികയാണത്. വള്ളത്തിലായാലും ഈ പറഞ്ഞ പുഴയിലായാലും എവിടെയായാലും പോയിട്ട് ഒരു രക്ഷയില്ല. തുടർന്നുള്ള മീൻ എന്ത് പറ്റിയെന്ന് അറിയാം. ഇപ്രാവശ്യം വെച്ചിട്ടുണ്ടെങ്കിൽ ചേറിന് എന്ത് പറ്റിയെന്ന് അറിയാൻ പാടില്ല. ചേറിനൊക്കെ അടിക്കുന്ന സമയമായിരുന്നു, പക്ഷേ ചേറിന് ഒരെണ്ണം പോലും തുടരില്ല. നമുക്ക് പിന്നെ ഇവിടെ കിട്ടണ സാധനം വരാല് മാത്രം. വരാലെ പിടിക്കണത്. പിന്നെ നമ്മൾ കടലിലൊക്കെ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു 40-45 കിലോമീറ്റർ ഉണ്ട്. പിന്നെ ആകപ്പാടെ നമുക്ക് ഞായറാഴ്ച ദിവസം നമുക്ക് ഫ്രീ കിട്ടണുള്ളൂ. പിന്നെ ബാക്കി എല്ലാ ദിവസം വർക്ക് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞായറാഴ്ച ദിവസം മാത്രമേ ഫ്രീ കിട്ടുള്ളൂ. പിന്നെ ഞായറാഴ്ച ദിവസം നമ്മളവിടെ പോകുമ്പോൾ ഒരു ദിവസം എന്തായാലും പോകാം. ഇതാണെങ്കിൽ വരാലടിക്കാൻ പോകുമ്പോൾ നമുക്ക് കാലത്ത് മൈതാനം പോയി നമുക്ക് എന്തായാലും പിടിക്കുകയും ചെയ്യാം. മറ്റാണെങ്കിൽ നട്ടപ്പുറം വെയിലത്തും പോയി നമ്മൾ നിൽക്കേണ്ട വരികയും ചെയ്യും. പിന്നെ ഈ മഴയുടെ ഇത് നമുക്കറിയില്ല. പിന്നെ കഴിഞ്ഞ് ഈ കടലിലൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ അതിൻ്റെ വെള്ളത്തിൻ്റെ ഒരു നിലച്ച ടൈമും അങ്ങനെയൊക്കെ ടൈമുകളൊക്കെ കുറേ ഉണ്ട്. അതിന് കടലിലൊക്കെ പോകുമ്പോൾ അതൊക്കെ നോക്കി പോകണം. പക്ഷെ നമുക്ക് അതൊന്നും നോക്കി പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ വരാലിന് പിന്നെ സമയമുണ്ട്, കുഴപ്പമില്ല. കാലത്ത് ഒരു 6 മണിയാകുമ്പോൾ എത്തുക, ഒരു 7 മണി 8 മണി വരെ കാസ്റ്റിക്കുക. വൈകുന്നേരം ഒരു 4 മണിക്ക് ഇറങ്ങുക, ഒരു 6:30 7 മണി വരെ കാസ്റ്റിക്കുക. നമുക്ക് എന്തായാലും മീൻ കിട്ടിയിരിക്കും. അത് എന്തായാലും ഈ ഒരു ചെറിയൊരു വീഡിയോ നമ്മൾ പോയി കണ്ടോ. പിന്നെ അതെന്തായാലും മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതെനിക്ക് നമ്മുടെ വീഡിയോകൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല വീഡിയോകൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. പിന്നെ ഞാനോട് ഷൈച്ചനുണ്ട്. അപ്പോൾ ഷൈച്ചൻ്റെ അപ്പുറം സൈഡിൽ പോയി കാസ്റ്റ് ചെയ്യാം കേട്ടോ. അവിടെ മീനടിക്കുന്ന ഏരിയ ആണെന്ന് എനിക്ക് തോന്നുന്നത്. കാലത്ത് കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു. ആകെ കുറച്ച് ചെളിഞ്ഞൊക്കെ കിടക്കുക. എന്തായാലും കുഴപ്പമില്ല, ചെളിക്കും കുഴപ്പമില്ല. നമുക്ക് ഞാൻ ഇതുവഴി ഇറങ്ങിയിട്ട് നേരെ ഇവിടെയൊക്കെ ഇവിടെ നിന്ന് കാസ്റ്റ് ചെയ്യാം. പറ്റുവാണെങ്കിൽ നമുക്കൊന്ന് കണ്ടത്തിൽ ഇറങ്ങാം. അപ്പോൾ ഒത്തക്കിടപ്പുണ്ട്. അപ്പം അട്ടയുടെ ശല്യം ഉണ്ടോയെന്നും അറിയില്ല. ആദ്യമായിട്ട് വന്ന സ്ഥലമാണ്. അപ്പോൾ എന്തായാലും ഇവിടെയൊക്കെ നമുക്ക് കാസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ചൂണ്ടൊക്കെ സെറ്റ് ചെയ്യാം. നമ്മളിന്ന് ഉപയോഗിക്കുന്ന ഫ്രോഗ് നമ്മുടെ ഹവാസിൻ്റെ F6 എന്ന് പറഞ്ഞ ഫ്രോഗാണ്. F6. ഓക്കെ. അതിൻ്റെ വേറെ പ്രത്യേകിച്ച് പേരൊന്നും എനിക്ക് കണ്ടില്ല, അതുകൊണ്ടാണ്. പതുക്കെ ഒന്ന് വെള്ളത്തിലിറങ്ങി നോക്കാം എന്താ അവസ്ഥ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാലോ. വലിയ മണലാണ് കണ്ടില്ല കേട്ടോ. ഇതേ ഒരു മീൻ അടിച്ചിട്ടുണ്ട്. നമ്മുടെ ഹവാസിലെ ആദ്യത്തെ വരാട്ടോ. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല സൈസ് വരാം. ഉരുണ്ട വരാം കേട്ടോ. നല്ല അടിപൊളി ഉപ്പായേക്കണുണ്ട്. നമുക്ക് കറക്റ്റ് എടുക്കാൻ പറ്റണതില്ല, നാക്കിലാണ് കയറിയേക്കണത്. ഇറങ്ങി കളഞ്ഞോ. തിരിഞ്ഞു പോകും. ദേവനടുത്തുകൊണ്ട് പോവാം. എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ട് ഓല് കൊണ്ട് കിടക്കാൻ പറ്റി നോക്കാം. ഓ, മുഴുവൻ കളഞ്ഞു.
അതെടുത്ത് രണ്ടാമത്തെ ഹവാസിൽ രണ്ടാമത്തെ വേണ്ട. നാരിയോട് ഒരു മീൻ കറിയാണ്. അടുത്ത വരാൽ ഇത് വളർത്തു വരാൽ കേട്ടോ, വിയറ്റ്നാമാണ് വരാൽ. മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. അത് റെക്കോർഡായില്ല, ഹുക്ക് കൊടുക്കണം, റെക്കോർഡേ ഉള്ളൂ. അത്യാവശ്യം നല്ലൊരു വരാൽ കേട്ടോ. ഇവിടെ നിന്ന് ഇറങ്ങി ഒന്ന് ചുമ്മാ ഒന്ന് എറിഞ്ഞു നോക്കിയതാണ്, അപ്പുറത്തേക്ക് പോകാൻ വേണ്ടി. നല്ല വരാൽ കേട്ടോ. ഇതൊരു തോടാണ്. ഇപ്പം ഈ തോട്ടിൽ നിന്ന് നേരെ കണ്ടത്തിലോട്ട് കയറുന്ന മീനാണ്. അത് വെള്ളം ഇറങ്ങുമ്പോൾ തന്നെ ഇറങ്ങിപ്പോകും. അതിന് മുമ്പ് നമുക്ക് മാക്സിമം പിടിക്കാൻ തോന്നും. നിങ്ങൾ ആദ്യമായിട്ട് പോകും, നമ്മുടെ അവിടെ നിന്ന് കുറേ ദൂരമുണ്ട് ഇവിടെ വരെ. അപ്പം അങ്ങനെ ചുമ്മാ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ സ്ഥലം കണ്ട്, അപ്പം അതുകൊണ്ട് വന്നാൽ തലക്കം വരാൽ. ഓ സൂപ്പർ വരാൽ പറഞ്ഞിട്ട് കേട്ടോ. വെള്ളത്തിൽ വെച്ചിട്ട് അടുത്ത് കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാസ്റ്റിംഗ് പരിപാടിയിലേക്ക് നിർത്തും കേട്ടോ. താറാവ് മൊത്തം ഇറങ്ങിയേക്കൊണ്ടോ, നല്ലപോലെ താറാവ് ഇറങ്ങിപ്പോകൊണ്ട്. പിന്നെ നമുക്ക് ആകെ കുറച്ച് ഏരിയകളൊക്കെ നമുക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയകൾ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ അവിടെ ഈ താറാവ് മൊത്തം ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എറിയാനുള്ള സ്ഥലം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ചുമ്മാ നിൽക്കണമെന്നുള്ളൂ. എന്നാലും നമ്മൾ എന്തായാലും പോയേക്കാം. നമ്മളെന്തായാലും അടുത്ത ദിവസത്തെ ഒന്നും കൂടെ വരുന്നുണ്ട് ഇവിടെ. നമ്മൾ എന്നിട്ട് നമുക്കൊന്നുകൂടെ നോക്കാം. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല രീതിയിൽ സ്ട്രൈക്ക് കാര്യങ്ങളൊക്കെ എല്ലാം കിട്ടുന്നുണ്ട് ഇവിടെ, കുഴപ്പമില്ല. നമുക്ക് കുറച്ച് ആൾക്കാർ വരാളി വെച്ചിട്ട് നമുക്ക് ചേറിനടി വളരെ കുറവാണ്. അതുകൊണ്ട് നമ്മൾ ചേറിൻ്റെ വീട് കേൾക്കാം. ചേർമീൻ അടിക്കണില്ല, എങ്ങുമില്ല മീൻ. ഞങ്ങൾ വള്ളത്തിലൊക്കെ മൊത്തം സ്ഥലത്ത് പോയിട്ടൊന്നും ഒരു രക്ഷയില്ല. അതുകൊണ്ട് മടുപ്പാണ്, ഭയങ്കര മടുപ്പാണ്. എന്നും പോവും, ഇന്നും പോയിട്ട് നേരെ അതുപോലെ തിരിച്ചു വരും. ഒന്നും കിട്ടാറില്ല, ഒരു സ്ട്രൈക്ക് പോലും കിട്ടാറില്ല മീൻ്റെ. നമുക്ക് ഇപ്പോൾ പിടിക്കാൻ പറ്റും. നമ്മുടെ ഏരിയയിലേക്ക് കുറച്ച് കൂടുതലും കിട്ടുന്നത് ഈ വരാൽ ഐറ്റംസുകളാണ് കൂടുതൽ കിട്ടുന്നത്. അപ്പം എന്തെല്ലാം കിട്ടുന്ന മീനായിക്കോട്ടെ എന്ന് പറഞ്ഞ് നേരെ പിടിക്കാൻ തന്നെ. അപ്പം എന്തായാലും ഓക്കെ. കുട്ടി മീൻ അടിക്കണോ? നമ്മുടെ ആദ്യത്തെ മീൻ വാസിൽ കുഴപ്പമില്ല, തിരക്കേടില്ലാത്തൊരു മീൻ. അതെ, നമുക്കിതിനെ എന്നാ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒരുപാടില്ല. സ്പെല്ലിങ് കുറഞ്ഞില്ല, മിക്കവാറും പോവേ. അടിപൊളി ഹുക്ക. ബാഗിൽ ചെറിയൊരു കവർ എടുപ്പുണ്ട്, ആ കവറിൽ കെറ്റിങ്ങിടാം. ഇത് കെട്ടുകഴിഞ്ഞാൽ നമുക്കൊരു പാടായിരിക്കും. അത്യാവശ്യം നല്ല ചടക്കേറിലത്തെ മീനുണ്ടായിരുന്നു. ഒരു 150 ഗ്രാം. എട്ടങ്ങേറ് വെക്കാത് വന്നു കഴിഞ്ഞാൽ അതിന് പോയാൽ പോയിട്ട് ഓടാം.
ചെറിയ മീനാണ്. രണ്ടാമത് അടിച്ചാൽ ചെറിയൊരു മീനാണ് കേട്ടോ. ഇത്രേ ഉള്ളൂ. എന്നിട്ട് അതിനെ റിലീസ് ചെയ്തേക്കുക. ഇനി വേണ്ട നമുക്ക്. നല്ല മീനാണ്. കുഴപ്പമില്ലാത്തൊരു മീനാണ് കേട്ടോ. അടുത്തൊരു ഇടയിട്ടുണ്ട്. അതൊക്കെ ചെയ്തിട്ട് വരാം കേട്ടോ. നമ്മുടെ അടുത്തൊരു ഒരാൾ ഹവാസിൻ്റെ ഫ്രോയിൽ തന്നെ അടിക്കണം കേട്ടോ. അതിന് കവറൊക്കെ എടുക്കട്ടെ, എന്നിട്ട് മീനെടുക്കാം. വലിച്ചിട്ട് പോയണ്ട് എല്ലാം പോക പോണത്. അടിച്ചങ്ങ് വലിച്ചോണ്ട് പോവുക. ഒരു പിടി പാടില്ല, തീരെ പോക പോയത്. വെയിറ്റ് കൊടുക്കാനും സമയത്തില്ല, പിടിന്ന് വലിച്ചോണ്ട് പോയത്. അടുത്ത ഒരാള് കവറില്ല നമ്മുടെ കേട്ടോ. ഇനി ഇതെങ്ങനെ ഇടൂന്ന് ചോദിച്ചാലാണ് അറിയാൻ പാടാത്ത. ഇല്ല, അതിലൊന്നും അടിച്ചു കഴിഞ്ഞാൽ മീൻ പോകില്ല. അതാണ്. അതൊരു 50 പൈസ കവറായിരുന്നു. 50 പൈസ കവർ നിറഞ്ഞ്. ഇനി ഇത് ചെയ്യുമെന്ന് തരടി കൊള്ള. എന്നാലും നോക്കാം. പുടിമീൻ കാണാണ്ട് പുടിമീൻ്റെ പറ്റ എറിഞ്ഞാൽ മതി, മീനടിച്ചോളൂ. പേടിച്ചും പോയല്ലോ. ഇവിടെ മനുഷ്യൻ്റെ മീനടിച്ചിട്ടോ. ഞാൻ പേടിച്ചത് എവിടെ നിന്ന് ഒച്ചയായിട്ടെന്ന് ഓർത്തു പോയി. നോക്കി കട എടുത്തേക്ക്, ഒന്ന് കടയേക്ക് വേണ്ട കാണിച്ചത്. രണ്ടുപേർക്ക് അടുപ്പിച്ചൊരു മീൻ കിട്ടി. സൈസ് കുറഞ്ഞ് വെറുതെ വീഴുന്നു. ഇത് ഞാൻ അവിടെ കൊണ്ടിടുന്നത് എനിക്കറിയാൻ പാടില്ല, കവറൊന്നുമില്ല. റിലീസ് കേട്ടാ ഇത് വേണോ? എനിക്ക് കവറിലിടാൻ. അതെ, അത്യാവശ്യം നമ്മൾ വലുതിനിട്ടുള്ളൂ. കവറില്ലാത്തോണ്ട് നമ്മൾ തന്നെ റിലീസ് ചെയ്തേക്കോ. ഇത് നല്ല മീൻ അടിക്കുന്നുണ്ടോ? കുഴപ്പമില്ല, ഇതുപോലത്തെ സൈസാണോ എടുക്കത്തേക്ക് എല്ലാത്തിനും. ആ
അപ്പില്ല, ഒരു 350 ഗ്രാമൊക്കെ ഉള്ള 350 ഗ്രാമൊക്കെ ഉള്ള. ഇത് വലിയ പാടാന്നേ, കവറില്ലാത്ത കൊല്ലിയില്ലാത്തോണ്ട് നല്ലോണം മീൻ അടിക്കുന്നുണ്ട്. പക്ഷെ കൊല്ലിയില്ലാത്തോണ്ട് വലിയ പാടാ. ഇത് നാടനല്ല കേട്ടോ, വീരനാമരാണ്. അതിൻ്റെ പുള്ളിക്കുത്ത് നോക്കി എന്താ, ഒരു മറ്റേ ലൈറ്റ് ബ്ലൂ കളറ് അതുപോലെ ഗ്രീൻ കളർ മിക്സ് ചെയ്ത് കയറാണ്. അടുത്ത കുഴപ്പമില്ലാത്ത ഒരാളല്ല എൻ്റെ കിളി പോയി എൻ്റെ. കളയില്ല. ബാഗൊക്കെ ചമ്പായിട്ടുണ്ട്. മീനടിച്ചിട്ട് ഈ സൈഡിലൊന്നൊരു മീനടിച്ചിട്ട് എന്നാണ് കിട്ടുന്നടി അടിച്ചത്. കലക്കനടി എന്നല്ല, കലക്കനടിയ. നല്ല വരാല ചുമന്നത്. ഇതൊക്കെ മൊത്തം വീടിനാണ് ഇറങ്ങണത്. ഇതെങ്ങനെ ഇനി കവറിടും പറഞ്ഞില്ല, വെയിറ്റ് ആവുകയും ചെയ്ത്. നല്ല ഹുക്കൊക്കെ നോക്കി, നല്ല കലക്കം ഹുക്കാന്നാണത്. നാക്കില കയറിയണത്. മിസ്സായി 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 അവർ മുഴുത്തു അത് പോയിട്ടോ, ഇങ്ങോട്ടോ പോയി. എൻ്റെ കാലിലൊക്കെ ഒന്ന് ഇടിച്ചിട്ടാണ് പോയത്. ഇതാണ് പ്രശ്നം.